അസ്സലാമലൈക്കും, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ഞെട്ടിക്കൽ വിരുന്നായി പോയിട്ടോ. ഇത് ഇക്കാടെ ഇളയ പെങ്ങളാട്ടോ ഫസ്റ്റ് ഇരിക്കുന്നത്. ഇത് ഇക്കാടെ അനിയത്തി. ഇത് പെങ്ങളുടെ 3 കുട്ടികളാട്ടോ, മാഷാ അല്ലാ. അപ്പം മറ്റേത് അനിയനുമാണ്. പിന്നെ മൂത്ത പെങ്ങൾ താഴെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കൊച്ചിന് ചോറ് വാരി കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്ന് കഴിക്കാനുള്ള പുള്ളിക്കാരി ഓടിച്ചാടി നടക്കുന്ന കാരണം. പിന്നെ ബിരിയാണിയാണ് വരുത്തിച്ചത്. ഇവിടെ ഇല്ല കേട്ടോ. കാരണം ഇക്ക ഒരു മരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദൂരത്താണ്. സാധാരണ ഇക്കുള്ളപ്പോൾ എനിക്ക് ഒരു ടെൻഷനും ഇല്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇക്ക ഇല്ലാണ്ടായപ്പോഴേ സത്യത്തിൽ നമ്മൾ ഇക്ക ഇല്ലാണ്ടാവുമ്പോഴല്ലേ ആ കുറവ് അറിയിക്കാണ്ട് നോക്കേണ്ടത്. അതെനിക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റത്തേക്ക് ഞാൻ സ്റ്റക്കായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടുത്തവുമില്ല. ഇത് ഇക്കാടെ ഉമ്മായാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാണ്ട് ഞാൻ ഇക്കാനെ വിളിച്ചപ്പോൾ തിരക്കിലുമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇത്തിരി തേങ്ങാച്ചോറും കുക്കറിൽ വെച്ചു. ഇറച്ചിക്ക് ഒരു സാധ്യതയില്ല, മണി 2 ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുട്ട എടുത്ത് ഇറച്ചി റോസ്റ്റ് ചെയ്ത പോലെ ചെയ്തു കേട്ടോ. പുള്ളിക്കാരി ചോറിനതിൻ്റെ ഇടയ്ക്ക് ഓടി ഓടി വരുവാണ്. ഇക്കാടെ വീട്ടിലെ ലാസ്റ്റത്തെ കുട്ടി കേട്ടോ, പേരക്കുട്ടിയാണത്, മാഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും മാഷാ അല്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് കൊടുത്തു. വെറും ചോറുണ്ടായി, മുട്ട പൊരിച്ചതും ഉണ്ടായി, പരിപ്പ് കറി ഉണ്ടായി, ഞാൻ തേങ്ങാച്ചോറ് വെച്ചു, മുട്ട റോസ്റ്റ് ചെയ്തു. ഇത് എനിക്കെടുത്തതാട്ടോ. എനിക്കിതൊന്നും വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ആരൊക്കെയോ വിളിച്ചു. എല്ലാവരും ഇന്ന് ഞായറാഴ്ചയിലെ തിരക്കിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇക്കടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം കൊണ്ടുവന്ന് തന്നു കേട്ടോ. ചോറ് ബിരിയാണി കൊണ്ടുവന്ന് തന്നു, മാഷാ അല്ലാ. അപ്പോൾ അവരൊക്കെ ചോറ് കഴിച്ചിട്ട് അവരുടേതായ സംഭവത്തിലേക്ക് ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങളും ഏകദേശം 3-4 മണിയായിട്ട് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ രണ്ടുപേരും കൂടി ബാക്കി എല്ലാ ജോലിയും എനിക്ക് എടുത്തു തന്നു. എനിക്ക് വേറെ പണിയൊന്നും ഉണ്ടായില്ല കേട്ടോ. എല്ലാ പാത്രമൊക്കെ കഴുകി വെച്ചെന്നൊന്നും അറിഞ്ഞില്ല. കുറച്ച് നേരം ഞങ്ങൾ വർത്തമാനം പറഞ്ഞിരുന്നു. അതിന് ശേഷം ചായ വെച്ചു. കാരണം എല്ലാവർക്കും ഏറ്റവും വലിയ മധുരം വേണ്ട. അപ്പോൾ കുറച്ച് മധുരം ഇടാത്ത ചായയും മധുരം ഇട്ട ചായയും ഞാൻ സെപ്പറേറ്റായിട്ട് തിളപ്പിച്ചു കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തെല്ലാം മതിയല്ലോ. ഇത് അവന്മാർ അനിയൻ്റെ പിള്ളേർ കേട്ടോ. ഇവള് എന്നെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. എന്നെ എപ്പോഴും കാണുന്നത് നിക്കാബ് ഇട്ടിട്ടാട്ടോ. അത് കാരണം ഭൂതമാണോ പ്രേതമാണോ എന്നൊക്കെ ഓർത്തിട്ട് പേടി. ഇപ്പോഴാണ് എന്നെ ശരിക്കും മുഖമൊക്കെ കാണുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഹാപ്പിയാണ്. എപ്പോൾ കണ്ടാലും കരച്ചിലായിരുന്നു, ആരും ഇരുത്തൂലായിരുന്നു. ഇപ്പോൾ ഹാപ്പിയായി, മാഷാ അല്ലാ. അപ്പോൾ വീഡിയോ പിടിക്കണത് ഇക്കാടെ അനിയനാണ് കേട്ടോ. ഞങ്ങളൊക്കെ തിരക്കിലായതുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഒരു ഹെൽപ്പ് വന്നതാണ്. ഇത് അനിയൻ്റെ ഭാര്യയും കൊച്ചുങ്ങളുമാണ്. 3 മക്കളാണ് അനിയന്. അപ്പോൾ എൻ്റെ മക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, മൂത്ത കൊച്ച് കനാലിൽ നിന്ന് വട്ടം ചാടി നഖം അങ്ങോട്ട് പിഴുതു പോയിട്ട് അവനെയും കൊണ്ട് ആശുപത്രിയിൽ പോയേക്കുമായിരുന്നു, അനിയനും പെങ്ങളുടെ ഇക്കായും കൂടിയിട്ട്. എന്നിട്ട് കൊണ്ടുവന്നു. പെങ്ങൾ താഴെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എടുക്കാഞ്ഞിട്ടാണ്. പുള്ളിക്കാരിക്ക് എല്ലാവരും ഫോണും ആവശ്യമാണ്. എല്ലാവരും പുറകെ ചുമ്മാ ആക്ട് ചെയ്ത് നടക്കുക. കരയണം എന്നല്ല, കണ്ണീരൊന്നും വന്നില്ല കേട്ടോ. പുള്ളിക്കാരിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ത് പറ്റിയാലും പുള്ളിക്കാരിയുടെ ഉപ്പാടെ അടുത്തേക്കാണ് കേട്ടോ ഓടുന്നത്. ഭയങ്കര ക്ലോസാണ് രണ്ടുപേരും കൂടി. ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും, മാഷാ അല്ലാ, ബറക്കല്ലാ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു 5-5:30 മണിയായിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ പോകാനായിട്ട് ഇറങ്ങുവാണ്. കുറേ നേരത്തേക്ക് വലിയ സന്തോഷമായിരുന്നു കേട്ടോ. രാവിലെ തുടങ്ങി എനിക്ക് ഭയങ്കര മൂഡ് ഓഫായിരുന്നു. പക്ഷേ ഇവർ വന്നിട്ട് പെട്ടെന്ന് ഭയങ്കര മൂഡൊക്കെ ചേഞ്ച് ആയി, ഭയങ്കര സന്തോഷമായി. എനിക്കില്ല എന്നുള്ളൊരു വിഷമമുള്ള കാണാൻ പറ്റില്ല. അപ്പോൾ അനിയനും ഉമ്മാക്ക് കയറ്റം കയറാൻ പറ്റാത്ത കാരണം ഉമ്മാനെയും കൊണ്ട് ഇതിന് പോയത് കേട്ടോ. അപ്പോൾ അനിയൻ്റെ കൊച്ചിൻ്റെ ഷൂസ് മറന്നുപോയി. അതെൻ്റെ ഇളയ കൊച്ചു കൊണ്ടുപോയി കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.